വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ്റ്റ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ്റ്റ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 45th ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ 2 പാർട്ടുണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഷോ ദാറ്റ് ഓഫ് all the rectangles of given perimeter the square has greatest area. അതായത് റെക്റ്റാങ്കിൾസ് തന്നതിൽ എല്ലാ റെക്റ്റാങ്കിൾസിലും, അതായത് റെക്റ്റാങ്കിൾസിൽ സ്ക്വയറിനാണ് ഗ്രേറ്റസ്റ്റ് ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്ക്വയറും ഒരു റെക്റ്റാങ്കിൾ അല്ലേ, അപ്പോൾ റെക്റ്റാങ്കിൾസിൽ സ്ക്വയറിനാണ് ഗ്രേറ്റസ്റ്റ് ഏരിയ ഉള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കർവ് y square is equal to 4x which is nearest the point. ഇവിടെ ഒരു എറർ ഉണ്ട്, ഇത് സെറ്റ് 1 അല്ല 2 1 ആണ് കേട്ടോ, 2,1 ആണ്. അതായത് നമ്മുടെ കേർവ് y square is equal to 4x എന്ന് പറഞ്ഞൊരു കേർവ് ഉണ്ട്. ആ കേർവിലുള്ള ഒരു പോയിന്റ് ആണ് 2 1 എന്ന് പറയുന്ന പോയിന്റ്. അതിന് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോയിന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഷോ that of all the rectangles of given perimeter the square has greatest area. റെക്റ്റാങ്കിൾസിൽ സ്ക്വയറിനാണ് ഗ്രേറ്റസ്റ്റ് ഏരിയ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് തൊട്ടെടുക്കാം. റെക്റ്റാങ്കിളാണ് ആദ്യം പറയുന്നത് അല്ലേ. അപ്പോൾ എൽ എന്ന് പറഞ്ഞിട്ട് ലെറ്റ് എൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ എടുക്കാം. ബി ഇസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ. എൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബി ബ്രെഡ്ത്തും ആക്കിയിട്ട് എടുത്തു. ദെൻ നമുക്കറിയാം പെരിമീറ്ററിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണല്ലേ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ദെൻ എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്ത് എഴുതാം? പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതിന്ന് എൽ പ്ലസ് ബി ഇവിടെ നിർത്തിയിട്ട് ഈ 2നെ എന്ത് ചെയ്യാം? പീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ p/2 എന്ന് കിട്ടും. p/2 എന്ന് കിട്ടി. ദെൻ ഇതിന്ന് ബീൻ്റെ ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ബി ഇസ് ഈക്വൽ ടു p/2 മൈനസ് എൽ. ഓക്കെ, p/2 മൈനസ് എൽ. ഇപ്പോൾ നമ്മൾ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? p ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. സോ എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു p/2. അതിന് ബീൻ്റെ ബ്രെഡ്ത്തിൻ്റെ ടേംസിലേക്ക് നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. p/2 മൈനസ് എൽ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ എടുക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ആണല്ലേ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇൻറ്റു ബി ആണ്. ദെൻ ഈ ബീനെ, ഈ ബി നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? p/2 മൈനസ് എൽ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ. പെരിമീറ്റർ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p/2 മൈനസ് എൽ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു p/2 മൈനസ് എൽ. ഏരിയനെ നമ്മൾ ഫുള്ള് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിനെയും ഒരു ടേമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയല്ല ഇവിടെയല്ല അല്ലേ. അപ്പോൾ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു p/2 മൈനസ് എൽ എന്ന് വരും. ദെൻ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, എൽ ഇൻറ്റു p/2 മൈനസ് എൽ. ദെൻ ഈ എല്ലിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ ഈക്വൽ ടു എൽ ഇൻറ്റു p/2. എന്ത് വരും? എൽ ഇൻറ്റു p/2 pl/2, എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു pl/2 മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഇനി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്ക്വയറിനാണ് മാക്സിമം ഏരിയ എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടു ഫൈൻഡ് ദ മാക്സിമം ഏരിയ ഡിഫറൻഷിയേറ്റ് എ വിത്ത് റെസ്പെക്ട് ടു എൽ. അതായത് മാക്സിമം ഏരിയ കാണാൻ വേണ്ടിയിട്ട് എ കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ, ഈ എനെ എൽ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാണ് വിത്ത് റെസ്പെക്ട് ടു എൽ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? dA/dl ഇസ് ഈക്വൽ ടു p/2 മൈനസ് 2l എന്ന് കിട്ടും. dA/dl ഇസ് ഈക്വൽ ടു p/2. അതായത് dA/dl ഇസ് ഈക്വൽ ടു d/dl ഓഫ് എന്ത് കിട്ടും? d/dl ഓഫ് എ എന്ന് പറയുന്നത് pl/2 മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും? ഇവിടെ d/dl ഓഫ് pl/2 മൈനസ് d/dl ഓഫ് എൽ സ്ക്വയർ. d/dl ഓഫ് pl ഇതിനെ എൽ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? p/2 അല്ലേ. എല്ലിനെ എല്ലോണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു എല്ലോണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും.
അപ്പോൾ എന്ത് വരും? p/2 എന്ന് വരും. ദെൻ d/dl ഓഫ് എൽ സ്ക്വയർ, ഇത് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ചെയ്യുന്ന പോലെ തന്നെ d/dx ഓഫ് എക്സ് സ്ക്വയർ എന്താ വരാം? 2x അല്ലേ വരിക. അതേപോലെ തന്നെ ഇവിടെ d/dl ഓഫ് എൽ സ്ക്വയർ, d/dl ഓഫ് എൽ സ്ക്വയർ 2l. സോ da/dl is equal to p/2 is equal to da/dl is equal to p/2 minus 2l. ഓക്കെ, ഇനി മാക്സിമം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് da/dl is equal to 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇതിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? pa/2 minus 2l is equal to 0. ഇതിനെ ഈക്വൽ ഇപ്പുറത്തോട്ട് എടുക്കാം 2l-നെ. അപ്പോൾ p/2 is equal to 2l കിട്ടും. ദർഫോർ ഇതിന് എൽ എന്ത് കിട്ടും? l is equal to 2-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് p/2 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? p/4 കിട്ടും. അപ്പോൾ l is equal to p/4 എന്ന് കിട്ടി. l is equal to p/4. ദെൻ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ബിൻ്റെ വാല്യൂ ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? b is equal to എന്താണ്? l is equal to p/4 കിട്ടി. സോ ആ വാല്യൂ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b is equal to എന്താണ്? p/2 മൈനസ് l ആയിരുന്നു അല്ലേ നമ്മൾ ചെയ്തത്? ഇത് b അല്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് p/2 മൈനസ് p/4 മൈനസ് p/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4p മൈനസ് 2p/4p മൈനസ് 2p/8. 4p മൈനസ് 2p/8. ഇതെന്ത് കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/2 1p ഡിവൈഡ് ബൈ 8/2 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും അല്ലേ? p/4 കിട്ടി. അപ്പോൾ ബിൻ്റെ വാല്യൂ എന്ത് കിട്ടി? p/4 കിട്ടി. എല്ലിൻ്റെ വാല്യൂ എന്ത് കിട്ടി? p/4 കിട്ടി. അപ്പോൾ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായി കിട്ടി നമുക്ക്? p/4 കിട്ടി, അതായത് ഈക്വൽ ആയിട്ട് കിട്ടി. ദിസ് മീൻസ് ദ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ. അതായത് നമ്മൾ എടുത്തിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇപ്പോൾ എന്തായിട്ട് കിട്ടി? തന്നിട്ടുള്ള റെക്റ്റാങ്കിളിൽ സ്ക്വയറിനാണ് മാക്സിമം ഏരിയ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ് കിട്ടിയത്? p/4 ആണ്. സോ എന്താണ്? റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെന്ന് പറയാം. ദിസ് മീൻസ് ദ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ. ദർഫോർ ഓൾ ദ റെക്റ്റാങ്കിൾസ് ഓഫ് ഗിവൺ പെരിമീറ്റർ ദ സ്ക്വയർ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ എല്ലും ബിയും ഈക്വൽ ആയി കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം അതൊരു സ്ക്വയർ ആണ്. ഈ റെക്റ്റാങ്കിൾ എന്താണ്? സ്ക്വയർ ആണെന്ന് പറയാം. സോ എന്താണ്? സ്ക്വയറിനാണ് ഗ്രേറ്റസ്റ്റ് ഏരിയ എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേർവ് തന്നിട്ടുണ്ട്. കേർവിലുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ 2 ആണ് കേട്ടോ. 2z ആണ്, 2 1 ആണ്. ഈ 2 1-ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. കേർവ് ഏതാണ്? y square is equal to 4x ആണ് നമ്മളെ കേർവ് എന്ന് പറയുന്നത്. സോ ലെറ്റ് xy ബി എനി പോയിന്റ് ഓൺ ദ കേർവ്. ആ കേർവിലുള്ള ഒരു പോയിന്റായിട്ട് xy എന്നുള്ളൊരു പോയിന്റ് എടുക്കാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, എന്താണ്? 2 1 തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ നമ്മളൊരു പോയിന്റ് അസ്യൂം ചെയ്യാണ് xy. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xy ആൻഡ് 2 1 നമുക്ക് ഈ 2 1-ൻ്റെ അടുത്ത് കിടക്കുന്ന നിയറസ്റ്റ് പോയിന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ നിയറസ്റ്റ് പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ പോയിന്റിൻ്റെ അടുത്ത് കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും അല്ലേ? മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റാണ് 2 1-ൻ്റെ അടുത്ത് കിടക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ xy എന്നുള്ളതാണ് നമ്മളെ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ ഈ xy-യും 2 1-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ d is equal to square root of x minus 2 ഹോൾ സ്ക്വയർ. ഇത് x2 y2 x1 y1. അപ്പോൾ x minus 2 ഹോൾ സ്ക്വയർ പ്ലസ് y minus 1 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ദെൻ നമ്മൾ ഗിവൺ കർവിൽ എന്താണ്? ഗിവൺ കർവ് എന്താണ്? y square is equal to 4x ആണ്. അത് നമുക്ക് x എന്താക്കിയിട്ട് എഴുതാം? ഈ 4-നെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എഴുതി കഴിഞ്ഞാൽ x equal to y square by 4 എന്ന് എഴുതാം. ദെൻ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് ഈ സ്ക്വയർ റൂട്ടിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ d സ്ക്വയർ എന്ന് വരും. ഓക്കെ, d സ്ക്വയർ എന്ന് വരും. d സ്ക്വയർ എന്ന് വന്നിട്ട് ബാക്കി എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? y square by 4 കൊടുക്കാം. അതായത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് ചെയ്യുന്നത്. y square by 4 എന്ന് കൊടുക്കാം എക്സിന് പകരം. അപ്പോൾ എന്ത് കിട്ടും? y square by 4 ഹോൾ സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ, y square by 4 minus 2 ഹോൾ സ്ക്വയർ പ്ലസ് y minus 1 ഹോൾ സ്ക്വയർ. അത് അതേപോലെ തന്നെ. ദെൻ ഇത് എക്സ്പാൻഡ് ചെയ്യാം. y raised to 4 minus 2 ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? y raised to 2 by 4 ഹോൾ സ്ക്വയർ
ചെയ്ത് കഴിഞ്ഞാൽ y raised to 4 minus 4 square. ഇത് സ്ക്വയർ ഇങ്ങോട്ട് കയറുമ്പോൾ y square into 2 y raised to 4. Then 4 square 16 എന്ന് കിട്ടും. 16. Then 2 into അടുത്തത് 2 into y square by 4 into 2 ആണ് കിട്ടുക. അപ്പോൾ 2 into 2 4 കിട്ടും. 4 by 4 1 എന്ന് കിട്ടും. Then 2 square 4 തന്നെ. Then അടുത്തത് y square minus 2y plus 1. Then ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവുള്ളൂ y raised to 4 by 16 minus y square മാത്രമേ ഉണ്ടാവുള്ളൂ plus 4 plus y square minus 2y plus 1. Then d square is equal to ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം minus y square plus y square ക്യാൻസൽ ആവും ബാക്കി 2y ഉണ്ടാവും y raised to 4 by 16 minus 2y ഇവിടെ 4ഉം ഇവിടെ പ്ലസ് 4ഉം ഇവിടെ പ്ലസ് 1ഉം ഉണ്ട് എന്തുണ്ടാവും പ്ലസ് 5 ഉണ്ടാവും അപ്പോൾ d square is equal to y raised to 4 by 16 minus 2y plus 5 എന്ന് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് മിനിമൈസ് ചെയ്യണം ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക d സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും d by dy of d സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം d by dy of d square is equal to എന്ത് കിട്ടും d by dy of y raised to 14 by 16 minus 2y plus y plus 5. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y raised to 4 by 16 എന്ത് കിട്ടും y raised to 4 എന്ത് കിട്ടും 4 into y cube by 16 മൈനസ് 2y എന്ന് കിട്ടും 2 എന്ന് കിട്ടും 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0 കിട്ടും. അപ്പോൾ dy by d സ്ക്വയർ എന്ത് കിട്ടും 4y cube by 16 മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 4y cube by 16 മൈനസ് 2. ദെൻ അടുത്തത് d സ്ക്വയർ y by dx സ്ക്വയറിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. അതായത് ഈ 4ഉം ഈ 16ഉം ഡിവൈഡ് ചെയ്യുക 4 by 4 1 കിട്ടും 16 by 4 എന്ത് കിട്ടും 4 കിട്ടും y cube by 4 മൈനസ് 3 എന്ന് കിട്ടും സോറി y cube by 4 minus 2. അപ്പോൾ ഇത് കിട്ടി dy by d square is equal to y cube by 4 minus 2. Then for minimum ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും y cube by 4 minus 2 equal to 0. Then ഈ y cube by 4 is equal to 2 കൊടുക്കുക. Then ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം y cube by 4 is equal to 2. Then ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും. സോ y cube is equal to 8. നമുക്കറിയാം 8 ക്യൂബ് എത്രയാണ് ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എത്രയാണ് 2 ആണ് അല്ലേ. അപ്പോൾ 8ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ y is equal to 2 എന്ന് കിട്ടി. അപ്പോൾ y-ൻ്റെ വാല്യൂ കിട്ടി 2 എന്ന്. ഇനി നമുക്ക് x-ൻ്റെ വാല്യൂ കൂടെ കിട്ടണം. അതായത് x-ൻ്റെയും y-ൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടി. അപ്പോൾ y-ൻ്റെ വാല്യൂ കിട്ടി x-ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ കർവിൻ്റെ ഇക്വേഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ x equal to y square by 4 എന്ന്. അതിൽ y-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y-ൻ്റെ വാല്യൂ 2 ആണ് 2 square by 4 2 square by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 by 4 എന്ന് കിട്ടും 4 by 4 is equal to 1 എന്ന് കിട്ടി. സോ പോയിന്റ്സ് എന്താണ് പോയിന്റ് എക്സ് y എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ് 1 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ് therefore the point on the curve y square minus 4x nearest to the point 2 1 is 1 2. 2 1 എന്നുള്ള പോയിന്റിന് അടുത്ത് കിടക്കുന്ന ഈ കർവിലുള്ള ഒരു പോയിന്റ് ആണ് 2 1. അതിനടുത്ത് കിടക്കുന്ന പോയിന്റ് ആണ് ഇത് ഈ 2 1 എന്നുള്ള പോയിന്റിന് നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത് 1 2. ഓക്കെ കുഴപ്പമില്ലല്ലോ സിമ്പിൾ അല്ലേ. ആദ്യം എന്ത് ചെയ്യാം എക്സ് വൈ എന്നുള്ളൊരു പോയിന്റ് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് കണ്ടിട്ട് നമ്മൾ എക്സിൻ്റെ എല്ലാം വൈൻ്റെ ടേമിലേക്ക് ആക്കി എഴുതി. ദെൻ ഡിസ്റ്റൻസ് കണ്ടു അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. ദെൻ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് 1 2 ആണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.